ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എംബ്രോയ്ഡറി സ്റ്റിച്ചിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ചായ റണ്ണിങ് സ്റ്റിച്ച് വിപ്പിഡാണ് ഇവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം സ്റ്റിച്ച് ബോർഡിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്, റണ്ണിങ് സ്റ്റിച്ച് വിപ്പിഡ്. അപ്പം എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ട് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് 3 ഇഴ നൂലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ക്ലോത്തിൻ്റെ അടിവശത്തു കൂടെ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. ശേഷം നമ്മൾ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഗ്യാപ്പ് വിട്ട് വലുതായി തന്നെ റണ്ണിങ് സ്റ്റിച്ച് ആദ്യം കൊടുക്കുക. ഇതിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചും ഒരേ അളവിൽ ആക്കാൻ ശ്രമിക്കുക. ഗ്യാപ്പ് വിട്ട് ഒരേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തു വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ നമ്മൾ റണ്ണിങ് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൂചി അടിയിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം കെട്ടിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വിപ്പിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കളർ നൂല് സൂചിയിൽ കോർത്തെടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ റണ്ണിങ് കൊടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടിയിൽ കൂടെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സൂചി വലിച്ചെടുക്കുക. ഇതാണ് വിപ്പിഡ്. അത് നമ്മൾ തുണിയിൽ തട്ടാതെ തന്നെ ഓരോ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെയും അല്ലെങ്കിൽ സൂചിയുടെ മറുഭാഗം ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും കുത്തിയെടുക്കാം. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നമ്മൾ ആദ്യം കൊടുത്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ സൂചി വലിച്ചെടുക്കുന്നത്. അത് തുണിയിൽ തട്ടാതെ തന്നെ ആ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ വലിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ വിപ്പിഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തുണി ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വലിച്ച് ഒന്ന് ശരിയാക്കി കൊടുക്കുക. ശേഷം
നമ്മൾ സാധാരണത്തെ പോലെ അടിയിലേക്ക് സൂചി കുത്തിയെടുത്ത് അടിയിൽ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മോട്ടീഫിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിതാ ഒരു ഡിസൈന് വരച്ചെടുത്തിട്ടുണ്ട്. അത് കാർബൺ പേപ്പർ ഉപയോഗിച്ച് മോട്ടീഫിലേക്ക് പകർത്തിയെടുത്തതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ റിങ്ങിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം സ്ക്രൂ ഇല്ലാത്ത റിങ് വെച്ചതിന് ശേഷം മുകളിൽ നമ്മൾ സ്ക്രൂ ഉള്ള റിങ് ചേർത്ത് വെച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. റിങ്ങെല്ലാം സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ അടിയിൽ കൂടെ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷനാണ് റണ്ണിങ് സ്റ്റിച്ച് വിപ്പ്ഡ്. ഇത് ഏത് ഡിസൈനും ഔട്ട്ലൈൻ ആയിട്ടാണ് ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിസൈൻ തിരഞ്ഞെടുക്കുമ്പോൾ ഔട്ട്ലൈന് പറ്റിയ ഒരു ഡിസൈൻ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ നമ്മൾ പൂവിൻ്റെ ഒരു ഇതൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഇതളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സൂചി തുണിയുടെ പുറകു വശത്തേക്ക് കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ടാണ് അടുത്ത ഇതളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ശേഷം എല്ലാ ഇതളും ഇതുപോലെ തന്നെ റണ്ണിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഡിസൈന് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കളർ ഉപയോഗിച്ച് വിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടി ഓറഞ്ച് നൂലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ആ പൂവ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു ഡിസൈൻ തിരഞ്ഞെടുത്ത് നല്ല ഭംഗിയായിട്ട് വേണം ചെയ്യാൻ. അതിന് യോജിച്ച കളറെല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ റണ്ണിങ് സ്റ്റിച്ച് വിപ്പ്ഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്റ്റിച്ചുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.